Hello and welcome to Spotlight on Sugar. ഇന്നത്തെ ആക്ച്വലി ടോപ്പിക് പ്രീ ഡയബറ്റീസ്. അതെപ്പോൾ നോക്കണം, എപ്പോഴാണ് നമ്മൾ കൺസേൺഡ് ആവുന്നത്, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. ആസ് യൂഷ്വൽ our guest is Dr. Tasli Thangacchan, Senior Physician and Diabetologist at Apollo Clinic for Diabetics. Welcome to the program, Doctor. അപ്പോൾ പ്രീ ഡയബറ്റീസ് എന്നുള്ളൊരു ടേം തന്നെ എങ്ങനെ വന്നു? See, the term pre-diabetic and diabesity, these are all like diabesity was coined by a person in the US military many years back. Pre-diabetic was a term that was that had come up. നമ്മുടെ ഈ ഒരു ഡയബറ്റിക് വരാൻ സാധ്യത ആൾക്കാർക്ക് ഈ അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ ബോർഡിലുണ്ടായിരുന്ന ഒരു ഡോക്ടർ, അതായത് ഇനീഷ്യലി ഡയബറ്റിക് ക്രൈറ്റീരിയ മാത്രമേ നമുക്കുണ്ടായിരുന്നിട്ടുള്ളൂ. പ്രീ ഡയബറ്റിക് ഒരു സ്റ്റേറ്റ് ഇതിനെ പറ്റി അങ്ങനെ ആരും അങ്ങനെ അത്രയും നാളെ ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പം ഡയബറ്റിക് ആൾക്കാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉള്ള ഒരാളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസിയിൽ ഹൈപ്പർ ടെൻഷൻ ഉള്ള ആളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അങ്ങനെ ഡിഫറെൻറ്റ് ഗൈഡ് ലൈൻസ് ആയിരുന്നു. പക്ഷേ ഡയബറ്റിസ് ഇത്രയും ഒരു എപ്പിഡമിക് മാറിയ ഒരു അസുഖമായി മാറിയപ്പോഴത്തേക്ക് ഇതിലേക്ക് എത്തിച്ചേരാതിരിക്കുന്ന ഒരു അവസ്ഥയെ പറ്റി ചിന്തിച്ചപ്പോഴാണ് ഈ പ്രീ ഡയബറ്റിക് എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ ബോൺ ആവണം, അവിടെ ജനിക്കുന്നത്. Now this pre-diabetic എന്ന് പറഞ്ഞ സ്റ്റേജ് is just the stage before you become a full blown diabetic. അതിപ്പം ടെക്നിക്കലി പറയണമെങ്കിൽ നമ്മുടെ ഫാസ്റ്റിംഗ് ഷുഗർ 100 തൊട്ട് 125 വരെയാണെങ്കിൽ പ്രീ ഡയബറ്റിക്. അതിൻ്റെ ഭക്ഷണത്തിന് ശേഷമുള്ള 2 മണിക്കൂർ കഴിഞ്ഞുള്ള ഷുഗർ 141 to 191, 141 തൊട്ട് 199 വരെയാണെങ്കിൽ പ്രീ ഡയബറ്റിക് ആണ്. 200 മുതൽ ഡയബറ്റിക് ആണ്, അതുകൊണ്ട് ആ ഒരു റേഞ്ചിന് പ്രീ ഡയബറ്റിക്. 126 മേലുള്ള ഫാസ്റ്റിങ്ങിന് ഇതേപോലെ തന്നെ ഡയബറ്റിക് ആണ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ആണ് നമ്മൾ പ്രീ ഡയബറ്റിക് എന്ന് പറയുന്നത്. ഇപ്പം HbA1c നോക്കുകയാണെങ്കിൽ 5.7 to 6.3 or 6.4 is taken to be pre-diabetic. In fasting? No, HbA1c 3 മാസത്തെ ആവറേജ് ഉണ്ടല്ലോ. അപ്പം ആ ഒരു ഫേസിനകത്ത് വരുമ്പോൾ ഇറ്റ് മേ ബി അന്നേരം ഫാസ്റ്റിംഗ് ഷുഗറും ഭക്ഷണത്തിന് ശേഷമുള്ള ഷുഗറും ചിലപ്പോൾ നോർമൽ ആയിരിക്കെ തന്നെ ഇറ്റ് ഡസ് നോട്ട് റിഫ്ലക്ട് ദി എൻറ്റയർ ഡേ. മൊത്തം ദിവസം നമ്മൾ അറിയുന്നില്ലാത്ത ഒരു അവസ്ഥയുള്ളതുകൊണ്ട് HbA1cയിലും ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്, അതായത് 5.7 to 6.4 or some people say 6.3, but still ഈ ഒരു റേഞ്ച് ആൾക്കാർ പ്രീ ഡയബറ്റിക് ഫേസ് ആണെന്ന് പറയും. ഇപ്പോൾ ഒരാൾക്ക് 5.9 ഉണ്ടെങ്കിൽ അവൻ പ്രീ ഡയബറ്റിക്, അവൻ്റെ ഫാസ്റ്റിംഗ് ഷുഗർ 100 താഴെ, ആഫ്റ്റർ ഫുഡ് 140 താഴെയാണെങ്കിൽ, ഈ HbA1c കൂടുതലാണെങ്കിൽ ഇറ്റ് ഈസ് എൻ ഐഡിയ ടു ടെൽ യു ദാറ്റ് യു ആർ ഓൺ യുവർ വേ ടു ബിക്കം ഡയബറ്റിക്. ഒരു വാർണിംഗ് ആണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമുക്കൊരു വാർണിംഗ് കിട്ടണമെങ്കിൽ ക്യാൻ വി ഗോ ബാക്ക്, ക്യാൻ വി കറക്റ്റ് ദ സിറ്റുവേഷൻ? യെസ്, ടു ക്വൈറ്റ് എ ബിറ്റ് എക്സ്റ്റെൻറ്റ് കുറേയേറെ നമുക്കതിൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഈ പ്രീ ഡയബറ്റിക് ഫേസ്, ഈ ഡയബറ്റീസ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഡയബറ്റീസ് എന്ന് പറയുന്നത് 2 ഭാഗമാണുള്ളത്. ഒന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസും ഒന്ന് ഇൻസുലിൻ ഡെഫിഷ്യൻസിയും. ഓക്കെ, ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ ഉണ്ട്, പക്ഷെ എന്തോ ഒരു കാരണത്താൽ നമ്മുടെ ബോഡിക്ക് ആ ഇൻസുലിൻ ഇഫക്റ്റീവ്ലി ഷുഗർ മെറ്റബോളൈസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കണ്ടമാനം ഇൻസുലിൻ നമ്മുടെ ബോഡിയിൽ സ്പെൻഡ് ആവേണ്ടി വരുന്നുണ്ട്. അത് ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഡോറിൻ്റെ അപ്പുറം ഇപ്പുറം നിന്നിട്ട് ഒരാൾ അപ്പുറത്തും ഒരാൾ ഇപ്പുറത്തും നിൽക്കുമ്പോൾ അത് ഈക്വൽ ബാലൻസായി ഡോർ പുഷ് ചെയ്യുന്നതും പുള്ള് ചെയ്യുന്നതും. പക്ഷേ ഒരു വശത്ത് ഒരു 5 പേരും ഒരു വശത്ത് ഒരാൾ തന്നെ നിൽക്കുന്ന സിറ്റുവേഷനാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പോൾ ഈ ഒരാൾ നിൽക്കുന്ന സ്ഥലമാണ് ഇൻസുലിൻ ഡെഫിഷ്യൻറ്റ് സ്റ്റേറ്റ് ആകുമ്പോൾ അത് ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആവണം. ഈ ഒരാൾക്ക് നേരത്തെ ഒരാളിന് എതിരെ ആളിയായിട്ടിരുന്ന സമയത്ത് ഇപ്പോൾ 5 പേരാണ്. ആ സ്റ്റേറ്റാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് പറ്റും, ഈ ഒരു സ്റ്റേജിൽ അല്ല, ആ ബോഡി വിൽ കോമ്പൻസേറ്റ് ഫോർ ദിസ് ബൈ റിലീസിങ് 5 other ഇൻസുലിൻ. പക്ഷേ ഇവൻച്വലി യു ആർ സ്പെൻഡിങ് അപ്പ് മോർ ഓഫ് യുവർ ഇൻസുലിൻ, ആൻഡ് ദെൻ ഇറ്റ് വിൽ റിക്രൂട്ട് മോർ ഇൻസുലിൻ ആൻഡ് ദാറ്റ് വിൽ പുഷ് ഓപ്പൺ the gate channel where the glucose is supposed to go in. പക്ഷേ at that സ്റ്റേജിലും നമ്മുടെ ബോഡി റീഡ് ചെയ്യുന്നത് ഷുഗർ നോർമലായിട്ടായിരിക്കും. അവൻ അത് പിക്ക് ചെയ്യില്ല, ബിക്കോസ് ഇതിൻ്റെ ഈ ബോഡി ഈസ് കോമ്പൻസേറ്റിംഗ് ഫോർ ദ ഡിഫക്റ്റ്, ആൻഡ് ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ് കോൾഡ് ഹൈപ്പർ ഇൻസുലിനിമിയ ടു കോമ്പൻസേറ്റ് ഫോർ ദ ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇതാണ് അതിൻ്റെ തുടക്കം. അപ്പോൾ ഒരാൾ ഡയബറ്റിക് ആവുന്നത് ഇപ്പം X പോയിന്റ്, ഇപ്പം 50 വയസ്സിലാണെങ്കിൽ അങ്ങേർക്ക് ആ ഒരു ഡിസീസ് പ്രോസസ്സ് ഒരു
minimum 5 years, sometimes even we use 8 years വരെ some studies have shown, but minimum ഒരു 4 to 5 years മുമ്പ് തന്നെ ഈ പ്രോസസ് തുടങ്ങിയിട്ടുണ്ടാവും. But it's silent. It's silent. The moment that the body cannot compensate for that hyperinsulinic state is when you become diabetic. So these are two components. അപ്പം ടൈപ്പ് 2 ഡയബറ്റീസ് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് ഉള്ള ഡയബറ്റീസിൽ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള സ്റ്റേജാണ് ഫസ്റ്റ്. അതാണ് നമ്മൾ പിക്ക് ചെയ്യാതെ പോകുന്നത്. സോ ടുഡേ നമുക്കൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഡോക്ടർ തെസ്ലി തങ്കച്ചൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്, പ്രീ ഡയബറ്റീസ്. ആൻഡ് മലയാളികൾ പ്രോൺ ആണ് ഡയബറ്റീസിനായിട്ട്. സോ ഇഫ് വി ഹാവ് എനി വൺ ഇൻ ദ ഫാമിലി, ഇറ്റ്സ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ടു ഫൈൻഡ് ഔട്ട് മേ ബി 6 months even to have a regular checkup. Dr. Tesli Thangachan, Senior Physician and Diabetologist at Sugar Apollo Clinic for Diabetics and International Medical Center. Thank you for joining us. We'll be back next week.